ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗാഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ് അല്ലേ? സ്ത്രീകളാണ് പുരുഷന്മാര് എന്നുള്ളത് ഫിസിക്കലായിട്ടുള്ള വേൾഡിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ആത്മാവ് അല്ലെ ദൈവം പറയുന്നത്, നമ്മളെപ്പറ്റി പറയുന്നത് നമ്മൾ പുത്രന്മാരാണ്. യേശുക്രിസ്തുവിൽ ആയിരിക്കുന്ന വ്യക്തികൾ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന വ്യക്തികൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന രീതിയിലുള്ള ആ തരത്തിലുള്ള ജീവിതമായിരിക്കും ജീവിക്കുന്നത്. ദൈവം എങ്ങനെയായിരിക്കുന്നു? ഒരു ബോണ്ടേജിലും ഇല്ല, ഒരു ബന്ധനത്തിലും ഇല്ല, ഫ്രീ ആണ് അല്ലെ? അതുപോലുള്ള ജീവിതത്തെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് അല്ലെ? അപ്പോൾ ബൈബിൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സർക്കംസിഷൻ എന്ന് പറഞ്ഞ് പരിച്ഛേദനവും ഇല്ലാത്തവർ, അതൊന്നും കാര്യമില്ല. പക്ഷെ ഒരു പുതിയ ക്രിയേഷൻ അല്ലെ, പുതിയ ക്രിയേഷൻ ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം, അതല്ലാതെ വേറൊന്നുമല്ല ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ. ദൈവത്തിന്റെ ആ മഹിമയിലെ കൃപയിൽ ജീവിച്ചു പോകുന്ന, യേശുവിൽ വിശ്വസിച്ചുള്ള ജീവിച്ചു വന്ന ഒരു ജീവിതം, അതിനെപ്പറ്റി മാത്രമാണ് ദൈവം. അതുമാത്രമാണ് ദൈവത്തിന്റെ വില്ല്, ദൈവത്തിന്റെ ഹിതം, അതുമാത്രമാണ് ദൈവത്തിന്റെ കിരീടം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ തന്നെ ആവശ്യമില്ലാത്ത തരത്തിലുള്ള ബന്ധനത്തിലേക്ക്, ബോണ്ടേജുകളിലേക്ക് ആക്കി കൊടുക്കരുത് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പഴയ സമയത്ത് നമ്മൾ യേശുവിലാകാതിരുന്ന സമയത്ത് പലതരത്തിലുള്ള ബോണ്ടേജുകളായിരുന്നു നമ്മൾ. പക്ഷെ ഇനിയും നമ്മൾ അതേപോലുള്ള കാര്യത്തിലേക്ക് നമ്മൾ വീണ്ടും പോകട്ടെ. പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റാണ്. പക്ഷെ വീണ്ടും വീണ്ടും പറഞ്ഞാലും ഒരിക്കൽ പോലും അത് എന്താ പറയുക, മതിയാകത്തില്ലാത്തൊരു സബ്ജക്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുവരുന്നു. പലതരത്തിലുള്ള ബോണ്ടേജുകളിലാണ് ദൈവത്തിന്റെ മക്കൾ തന്നെ അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നത്, താങ്ക് യു ജീസസ് മാസ്റ്റർ, പ്രേസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. അങ്ങനെ പോലെ ദൈവമില്ല, അങ്ങയുടെ കൃപ പോലത്തെ കൃപയുമില്ല കർത്താവ്. താങ്ക് യു എന്റെ പ്രേസ് വർഷിപ്പ് യു മാസ്റ്റർ ഗോഡ്. അല്ലെങ്കിൽ അപ്പൊ അതിന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ വചനത്തിനായി നന്ദി പറഞ്ഞു, ഞങ്ങളുടെ പുത്രനായിട്ടും ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളെ അങ്ങയുടെ വഴി കൂടെ നടത്താനായിട്ടും കർത്താവെ, ഞങ്ങളെ അങ്ങയുടെ മക്കളാക്കിയതായിട്ട് നന്ദി പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അപ്പൊ നമുക്ക് ഇന്ന് ഗലാത്യർക്ക് ലേഖനത്തിലേക്ക് പോകും. ഗലാത്യറിന്റെ 3:26 തൊട്ട് 29 വരെ ഇങ്ങനെ പറഞ്ഞു. ഗലാത്യറിന്റെ 3:26 തൊട്ട് 29 വരെ എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന വാക്കുണ്ട്. പക്ഷെ എന്നാലും ഒന്ന് വായിക്കുക. ക്രിസ്തുയേശുവിൽ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. മക്കൾ എന്നുള്ള വാക്കല്ല ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ വായിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചാൽ എന്താ പറയാ, ആൺമക്കൾ, സൺസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. മക്കൾ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ അല്ലെ, ജനറലി പറയുന്നത്. പക്ഷെ ആൺമക്കൾ എന്ന് പറയുമ്പോൾ അതൊരു പവറിനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ അതോറിറ്റിയെ കാണിക്കുന്നത്. അപ്പം ക്രിസ്തുവിലുള്ള വിശ്വാസം ത്താൽ നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാവുന്നു. അപ്പൊ അത് അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം എന്നാണ് അല്ലെ? അപ്പൊ യേശു പെണ്ണല്ലല്ലോ അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരണം വെച്ചാൽ ആൺമക്കൾ എന്നാ പറഞ്ഞിരിക്കുന്നത്, എന്നാ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി പറയുക, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു, നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനവും ഇല്ല, ദാസനും സ്വാതന്ത്ര്യനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിലുള്ളത്തെ. ക്രിസ്തുവിലുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാവുന്നു. അപ്പൊ നമ്മള് ക്രിസ്തുവിലുള്ളവരാണെങ്കിൽ എബ്രഹാമിന്റെ സന്തതികളാണ്. വാഗ്ദത്തം അല്ലെ, എബ്രഹാമിന്റെ ദൈവം കൊടുത്തിരിക്കുന്ന ലോകം മൊത്തം അല്ലെ വാഗ്ദാനമായിട്ട്. റോമകത്തിലേക്ക് 4:4 പോകുമ്പോൾ 13ാമത്തെ വാക്കില് റോമന്റെ 4:13 പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. അപ്പൊ എന്താ പറയാ, ലോകം മുഴുവൻ എബ്രഹാമിൻ്റെതാക്കി ഈ ദൈവം കൊടുത്തിരിക്കുകയാണ്. എബ്രഹാമിനുള്ള വാഗ്ദത്തമാണ്. അപ്പൊ അങ്ങനെയാകുമ്പോ എബ്രഹാമിന്റെ ഫാമിലിപ്പെട്ടവരായ നമ്മൾ അല്ലെ, യേശുവിലുള്ള വിശ്വാസം കൊണ്ട് അത് നമ്മൾക്കും ബാധകമാണ്. നമ്മളും വാഗ്ദത്തത്തിന്റെ അവകാശികളാണ്, കൂട്ടവകാശികളാണെന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അതിനേക്കാളും എല്ലാം ഉപരിയായിട്ട്, അവകാശത്തെ പറ്റിയൊക്കെ പറയുന്നതിനൊക്കെ ഉപരിയായിട്ട് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ എന്താ പറയുക, പുത്രന്മാരാണ് എന്നുള്ളതാണ് അല്ലെ? അതാണ് യേശുക്രിസ്തുവിനെ നമ്മൾ ധരിച്ചിരിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ സാധാരണക്കാരായ വ്യക്തികൾ, നമ്മൾ ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ പുത്രന്മാരാണ്. അതാണ് നമ്മളുടെ റിയൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ മക്കൾ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി. അറിയോ നമ്മുടെ ഉള്ളിൽ ഒരു റിയാലിറ്റി ആയിട്ട് ഫോം ചെയ്യണം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അല്ലെ? നമ്മൾ വെറുതെ സാധാരണക്കാരായ വ്യക്തികൾ, നമ്മൾ വെറുതെ ചർച്ചിൽ ഞായറാഴ്ച പോയിരുന്ന് കൈകൊട്ടി പാടുന്നതല്ല, അല്ലെങ്കിൽ ബുധനാഴ്ച വൈകുന്നേരം
എന്താ പറയാ വീക്ക് സർവീസിന് പോയിരുന്ന് വെറുതെ കൈകൊട്ടി പാടിയിട്ട് വരുന്ന വ്യക്തികളല്ല. നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്. അതിന്റെ പവർ ഉണ്ട്, നമുക്ക് അതിന്റെ അതോറിറ്റി ഉണ്ട്, അതിന്റെ ഹ്യൂമിലിറ്റി നമുക്ക് വേണം. നമ്മൾ അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് പ്ലീസ് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ വഴി കൂടെ നടക്കുന്ന ഒരു ജീവിതമായിരിക്കണം നമുക്കുള്ളത് എന്നുള്ള കാര്യം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾക്ക് അതൊരു വലിയൊരു സത്യമായിട്ട് തന്നെ നമ്മൾക്ക് ഉണ്ടായിരിക്കും. ഇതൊരു റിയാലിറ്റി ആയിരിക്കണം നമ്മുടെ ഉള്ളിൽ. അല്ലാതെ നമ്മള് അല്ലെങ്കിലാണ് ഈ പ്രശ്നത്തിലായി പോകുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ 4-ാമത്തെ ചാപ്റ്ററിന് വായിക്കണം ആഗ്രഹിക്കുമെന്ന് 1 തൊട്ട് 11 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്: അവകാശി സർവ്വത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവനല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു വലിയ വീട്ടിൽ ഒരു പണക്കാരന്റെ വീട്ടിൽ, ഒരു ഭയങ്കര സ്വത്തൊക്കെ ഉള്ള ഒരു വ്യക്തിന്റെ വീട്ടിൽ അവർക്ക് മക്കളുണ്ടെങ്കിൽ സ്വത്തിന്റെ എല്ലാം പണത്തിന്റെ എല്ലാം അവരച്ഛന്റെ അവരുടെ മാതാപിതാക്കൾ സ്വത്തിന്റെ പണത്തിന്റെ എല്ലാം അവകാശികൾ അവരാണെങ്കിൽ പോലും ചെറുതായിരിക്കുന്നിടത്തോളം കാലം, കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്തോളം കാലം അവരവിടെയുള്ള ദാസന്മാർക്ക് തുല്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അവരെ കാര്യങ്ങളൊക്കെ നോക്കണം, അവർക്ക് പ്രത്യേകിച്ച് അവർ അധികാരവും അവകാശവും ഒന്നും എക്സസൈസ് ചെയ്യാൻ എക്സിബിറ്റ് ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല ചെറുതായിരിക്കുമ്പല്ലേ. അപ്പോൾ അതുപോലെയാണ് നമ്മളെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി പറയാം, പിതാവ് നിശ്ചയിച്ച 2-ാമത്തെ വാക്കുണ്ട്, പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവരത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങൾ കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിൽ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ടു നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. അപ്പോ നമ്മള് ഇങ്ങനെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവര് ചെറുതായിരിക്കുമ്പോൾ അദ്ദേഹത്തെ സ്വത്തുക്കൾക്ക് അവര് അവകാശികളാണെങ്കിൽ പോലും, പക്ഷെ ചെറുതായതുകൊണ്ട് അവർക്ക് അതിന്റെ അധികാരത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല എന്നുള്ളത് പോലെ തന്നെ ആ നിശ്ചയിച്ച സമയത്ത് പിതാവ് നിശ്ചയിച്ചിരിക്കുന്ന സമയത്തല്ല, അവര് വലുതായി കഴിയുമ്പോൾ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ മാത്രമേ അവർക്ക് എന്താ പറയുക അതിന്റെ അവകാശം പൂർണ്ണമായിട്ട് കിട്ടുന്നുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ യേശുവിൽ അല്ലായിരുന്ന സമയത്ത്, അല്ലെ, എന്താ പറയുക, നമ്മളും ഈ ലോകത്തിന്റെ പലതരത്തിലുള്ള കാര്യത്തിൽപ്പെട്ടവർ ആയിരുന്നു. നമ്മളും എന്താ പറയുക അടിമകൾക്ക് തുല്യമായിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ തന്റെ മകനെ ഈ ലോകത്തിലേക്ക് പിതാവ് വിട്ടിരിക്കുകയാണ്. സ്ത്രീയാൽ ജനിച്ചപ്പെട്ടവനായി, ന്യായപ്രമാണത്തിൽ കീഴിൽ ജനിച്ചപ്പെട്ടവനായിട്ട് വന്നിരിക്കുന്നു, അല്ലെ? ന്യായപ്രമാണത്തെ കംപ്ലീറ്റ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ നമ്മള് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ എല്ലാം എന്താ പറയുക വിടുവിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ അത് തന്നെയാണ് നമുക്ക് പുത്രത്വം തന്നിരിക്കും. പുത്രത്വനായിട്ട് നമ്മൾക്ക് ഹോളി സ്പിരിറ്റ് ഗോഡിനെ കൊണ്ട് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡാണ് നമ്മളെ അപ്പാ പിതാവേ, അല്ലെ, എന്ന് വിളിപ്പിക്കുന്നത്. നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവ് എന്ന് വിളിക്കുക. സ്വന്തം പുത്രന്റെ ആത്മാവിന് ദൈവം നമ്മുടെ ഹൃദയങ്ങൾ അയച്ചിരിക്കുന്നു. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് വഴിയാണ് നമുക്ക് പിതാവേ എന്ന് വിളിക്കാൻ സാധിക്കത്തുള്ളൂ. ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി മാത്രമേ ഉള്ളൂ യേശുക്രിസ്തു ലോർഡാണ്, അല്ലെ, യേശുക്രിസ്തു കർത്താവാണെന്ന് പറയാനും സാധിക്കത്തുള്ളൂ. ഹോളി സ്പിരിറ്റ് ഗോഡ് ഇല്ലാത്ത വ്യക്തികൾക്ക് ഒരിക്കൽ പോലും യേശുക്രിസ്തു കർത്താവാണെന്ന് പറയാൻ സാധിക്കത്തില്ല, അല്ലെ. അതുകൊണ്ടാണ് നമ്മുടെ ചില സമൂഹത്തിൽ കാണുന്ന ചില കൂട്ടം ആൾക്കാർ ഇങ്ങനെ പറയുന്നത് യേശുക്രിസ്തു പ്രവാചകൻ മാത്രമായിരുന്നു എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം. കാരണം ഹോളി സ്പിരിറ്റ് ഗോഡ് ഇല്ല അവരുടെ ഉള്ളിൽ. ഹോളി സ്പിരിറ്റ് ഗോഡാണ് യേശു ആരെന്ന് വെളിപ്പെടുത്തി തരുന്നത് മനുഷ്യവർഗത്തിന്. അപ്പം ഇങ്ങനെ ഇവിടെ പറയുക, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സുഹൃത്തിന്റെ ആത്മാവിന് നമുക്ക് തന്നിരിക്കുന്നു. ഒരു കാലത്ത് നമ്മള് ബോണ്ടേജിലായിരുന്ന, ബന്ധനത്തിലായിരുന്ന വ്യക്തികൾ ഇന്ന് നമ്മൾക്ക് പുതുജീവൻ ദൈവം തന്നിരിക്കുകയാണ്. നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കിയിരിക്കുകയാണ്, അല്ലെ, ദൈവത്തിന്റെ പുത്രന്മാരാക്കിയിരിക്കുന്നു. യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിലും വസിക്കുന്നു. യേശു പിതാവേ എന്ന് വിളിച്ചിരുന്നപ്പോൾ തന്നെ നമ്മളെയും പിതാവേ എന്ന് വിളിക്കാൻ, ഗോഡ് ദ ഫാദറിന്റെ പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു അവകാശം ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് തന്നിരിക്കുന്നു. നമ്മളിന്ന് ഹോളി സ്പിരിറ്റ് ഗോഡാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവം നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുക, നിങ്ങളിനി എന്താ പറയുക ദാസ്യത്തിലേക്ക് പോകരുത്, നിങ്ങൾ ബോണ്ടേജിലേക്ക് പോകരുത്, സ്ലേവറിലേക്ക് പോകരുത് പറഞ്ഞിരിക്കുന്നത്.
അങ്ങനെ 7ാമത്തെ വാക്ക് പറയാം. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു അല്ലെ. ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. അപ്പൊ ദൈവത്തിന്റെ അവകാശികളാണ് നമ്മള്. ദൈവമാണ് നമ്മുടെ എന്താ പറഞ്ഞ ഇൻഹെറിറ്റൻസ്, നമ്മുടെ അവകാശം അല്ലെ. കുടുംബസ്വത്തായിട്ട് കിട്ടിയിരിക്കുന്നു പറഞ്ഞ പോലെ ദൈവം തന്നെയാണ് നമ്മുടെ അവകാശം എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് അവകാശം, അപ്പോ ഏതൊരു മാനുഷികമായിട്ടുള്ള കാര്യം നോക്കിയാലും നമുക്ക് അവകാശം വരുന്നത് ഒരു കുടുംബത്തിലെ പുത്രനാണെങ്കിലും പുത്രിയാണെങ്കിലാണല്ലോ അവകാശം വരുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്കിവിടെ അവകാശം കിട്ടിയിരിക്കുന്നത് നമ്മൾ പുത്രന്മാരായത് കൊണ്ടാണ് അല്ലെ. ദൈവത്തെ തന്നെ നമുക്ക് അവകാശമായിട്ട് തന്നിരിക്കും. നമുക്കറിയാം, നമ്മള് ഒന്നാമത്തെ പത്രോസിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തെ പത്രോസിന്റെ 1ാമത്തെ ചാപ്റ്ററിലേക്ക് അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മൾ യേശുക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും കാണുന്നത് നമ്മൾക്കൊരു പുതിയ എന്താ പറയാ ഒരു പുതിയതല്ല, നമുക്കൊരു ഇൻഹെറിറ്റൻസിലേക്ക് അല്ലെ, ലിവിങ് ഹോപ്പിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി 8ാമത്തെ വാക്ക് പറയും, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു അല്ലെ. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർ ഇരുന്നതിന് അല്ലെ, എന്താ പറയാ വിഗ്രഹങ്ങൾക്കും ആവശ്യമില്ലാത്ത കാര്യം, ലോകത്തിന്റെ സകലവിധത്തിലുള്ള നീക്കുപോക്കുകൾക്കും ലോകത്തിന്റെ സകലവിധത്തിലുള്ള റൂളുകൾക്കും റെഗുലേഷൻസുകളും എല്ലാം നമ്മൾ അടിമകളായിരുന്നു അല്ലെ. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനരും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിച്ചു അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത് അല്ല. അന്ന് നിങ്ങൾക്ക് ദൈവത്തെ അറിയത്തില്ല, ദൈവത്തിന് നിങ്ങളെ അറിയത്തില്ല. പക്ഷെ ഇന്ന് നിങ്ങളെ ദൈവം മക്കളാക്കി തീർത്തത് കൊണ്ട് നിങ്ങൾ ഈ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ, ലോകത്തിന്റെ പരമായിട്ടുള്ള കാര്യങ്ങള്, ഫിലോസഫീസിനെയും ഐഡൽ വർഷിപ്പിനെയും ന്യൂ ഏജ് റിലീജിയനെയും റിലീജിയസ് സ്പിരിറ്റ് ആയുള്ളതിനെയും അങ്ങനെ മതത്തെയും എല്ലാം വർഷിപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ എല്ലാം ബോണ്ടേജിലായിക്കൊണ്ട് നമ്മൾ നേരത്തെ ആയിരുന്നു അല്ലെ. അതേ ബോണ്ടേജിലേക്ക് നിങ്ങൾ ഇന്നും തിരിച്ചു പോവുകയാണോ എന്ന് ദൈവം ചോദിക്കുന്നത്. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് അല്ലെ. ഇന്ന് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ആ ദൈവത്തിന്റെ മക്കളായിരിക്കും നമ്മൾ അതേപോലെ തന്നെ തിരിച്ച് ആ ബോണ്ടേജിലേക്ക് പോകാൻ ശ്രമിക്കുന്നവരാണോ എന്ന് ചോദിക്കുക. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞു അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ അല്ലെ. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ നമ്മള് പഴയതായിരുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ അല്ലെ, അതിന് ശ്രമിക്കരുത് എന്ന് പറയും. അപ്പൊ ഗലാത്യർക്ക് എഴുതിയ ലേഖനമാണ് ഗലേഷ്യൻ ചർച്ചുകളല്ല. അപ്പൊ ഗലേഷ്യൻ ചർച്ച് ഒന്നല്ലായിരുന്നു, പല ചർച്ചുകളായിരുന്നു. അപ്പൊ ഗലേഷ്യൻ ചർച്ചുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പോൾ വഴിയാണ് ഓഫ് കോഴ്സ് ദൈവത്തെ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ പലരും നുഴഞ്ഞു കയറി, ചർച്ചിന്റെ അകത്ത് നുഴഞ്ഞു കയറിക്കൊണ്ട് സാൽവേഷൻ വേണമെങ്കിൽ സർക്കംസിഷൻ വേണം അല്ലെ എന്നുള്ള ഒരു ടീച്ചിങ്ങും ഒക്കെ ആയിട്ട് ആൾക്കാർ വന്നിട്ട് ഇവരെ തിരിച്ച് പിന്നെ സാൽവേഷന് സർക്കംസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക, ആ ലോയിലേക്ക് അല്ലെ ന്യായപ്രമാണത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്ന് നമുക്കൊരു 5ാമത്തെ ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിങ്ങനെ എന്താ പറയുക ഒരു ലോ എങ്കിലും നിങ്ങൾ അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ലോ വഴി ജീവിക്കുന്ന വ്യക്തികളാണ്, ന്യായപ്രമാണം പ്രമാണിച്ചുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ. അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അങ്ങനെ നോക്കുക തന്നെ ചെയ്യും വേണമല്ലേ. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ന്യായപ്രമാണം വഴി ഒരാൾ പോലും രക്ഷിക്കപ്പെടാനും പോകുന്നു, ഒരാൾ പോലും റൈച്ചസ് ആകാനും പോകുന്നില്ല. കാരണം ന്യായപ്രമാണം തന്നിരിക്കുന്നത് റൈച്ചസ് ആക്കുന്നതിന് വേണ്ടിയല്ല അല്ലെ. അത് ന്യായപ്രമാണം കൊടുത്തിരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിൽ മനുഷ്യരുടെ ഉള്ളിൽ പാപമുണ്ടോ എന്ന് അറിയിക്കുന്നതിന് വേണ്ടി അല്ലെ. ദൈവത്തിന്റെ ആവശ്യമുണ്ട് നമ്മുടെ പാപം പരിഹരിക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടി മാത്രമാണ് ന്യായപ്രമാണം കൊടുത്തിരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ജെന്റൽസിന് ന്യായപ്രമാണം ഇല്ലായിരുന്നല്ലോ, പിന്നെ എന്താ അവരെ പിന്നെ എങ്ങനെ കാര്യങ്ങള് എന്നെന്ന്. അപ്പൊ നമുക്കറിയാം റോമകത്തിലെ 2ാമത്തെ ചാപ്റ്ററിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ജെന്റൈൽസിന് ന്യായപ്രമാണം എന്താ പറയാ റിട്ടൺ ഫോമിൽ, എഴുതിയ ഫോമിൽ കല്ലിൽ എഴുതി കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിന്റെ ഉള്ളില് ആ ന്യായപ്രമാണത്തിന്റെ എസെൻസ് നമ്മുടെ ഉള്ളിലും ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ മിക്കവാറും ആൾക്കാർ നമ്മളാരും തന്നെ കട്ടെടുക്കാനോ വ്യഭിചരിക്കാനോ ഒന്നും പോകാതിരുന്നത്, യേശുവിലല്ലായിരുന്ന സമയത്തും കൂടെ അല്ലെ. അപ്പൊ ഇവിടെ ദൈവം നമ്മളോട് ചോദിക്കുക, നിങ്ങൾ ഒരു കാലത്ത് ബോണ്ടേജിലായിരുന്നു, സ്ലേവറിയിലായിരുന്നു, നിങ്ങൾ അടിമത്തത്തിലായിരുന്നു അല്ലെ.
പിശാചിന്റെ, പാപത്തിന്റെ, ഈ ലോകത്തിന്റെ അങ്ങനെ പലതിന്റെ അടിമത്തിലായിരുന്ന വ്യക്തികൾ ഇന്നും നിങ്ങൾ എന്തിനാണ് അതിനായിട്ട് പോകുന്നത് അല്ലെ? എന്തുകൊണ്ടാണ് എന്താ പറയുക ഈ നിങ്ങളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി വന്നിരിക്കുന്ന ആൾക്കാർ പറയുന്നത് കേട്ടോണ്ട് നിങ്ങൾ പോകാൻ ശ്രമിക്കുന്നത്? ദൈവത്തിന്റെ രാജ്യത്തില് വിശ്വാസം അല്ലെ എന്നുള്ളത് മാത്രമേ കാര്യമുള്ളൂ. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. അതും പിന്നെ ഇത് ഗലാത്യർ 6 പറഞ്ഞിരിക്കുന്ന കാര്യത്ത ഒരു പുതിയ ക്രിയേഷൻ എന്നുള്ളത് മാത്രമേ അതിന് മാത്രമേ പ്രാധാന്യമുള്ളൂ അല്ലെ? യേശുവിലായിരിക്കുന്നവൻ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നവരാണോ എന്ന് മാത്രമേ കാര്യമുള്ളൂ അല്ലെ? നമ്മളുടെ വിശ്വാസം അത് നമ്മള് സ്നേഹം വഴി പ്രകടിപ്പിക്കുന്ന വ്യക്തികളാണ്. നമ്മളുടെ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ് നമ്മൾക്കുള്ളത്. നമ്മുടെ വിശ്വാസ ജീവിതം നമ്മൾ നയിക്കുന്ന യേശുവിലായിരിക്കുന്നു പറയുന്നത്, യേശുവിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് അതെല്ലാം സ്നേഹത്താലാണോ അല്ലെ? സ്നേഹത്തിന് വേണ്ടിയാണോ? ഇത് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നു അല്ലെ? യേശുക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്ന പോലെ നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നു. യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സ്നേഹം നമുക്ക് ഉണ്ടെങ്കിൽ, മറ്റുള്ളവരോടുണ്ടെങ്കിൽ, കരുണ നമുക്ക് മറ്റുള്ളവരുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹമായിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ സ്നേഹം എന്നുള്ള ഒറ്റ കാര്യത്തില് കംപ്ലീറ്റ് ആയിട്ട് ലോ മൊത്തം ഫുൾഫിൽ ആയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? കാരണം 5-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്, ഗലാത്യർ 5 പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയാണ്, നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹം പരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പോ പലരും ഇങ്ങനെ ഗലാത്യ ചർച്ചിലേക്ക് നുഴഞ്ഞു കയറി വന്നപ്പോൾ തന്നെ കൊളോഷ്യർക്കെതിരെ ലേഖനത്തിൽ ദൈവം അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. 2-ാമത്തെ ചാപ്റ്റർ കൊളോഷ്യർ 2:16 തൊട്ട് 23 വരെ വായിക്കും. 20-ാമത്തെ വാക്കോട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾ കീഴ്പ്പെടുന്നത് എന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത്ര. അതുകൊണ്ട് അതിനൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്, ജഡാഭിലാഷം അടയ്ക്കുവാനോ പ്രയോജനപ്പെടുന്നില്ല, പ്രയോജനമുള്ളതല്ല. അപ്പം നമ്മുടെ ജഡത്തിന്റെ എന്താ പറയാ അഭിലാഷങ്ങൾ അടയ്ക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഈ റെഗുലേഷൻ, റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഈ പിന്നെ എന്താ പറയുക ഈ മതപരമായിട്ടുള്ള സ്പിരിറ്റും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അല്ലെ, അതുകൊണ്ടൊന്നും നടക്കത്തില്ല, അതൊന്നും നടക്കത്തില്ല. ഈ മതം എന്ന് പറയുന്നത് മനുഷ്യരെ ദൈവത്തോട് അടുപ്പിക്കത്തില്ല, ദൈവത്തെ നിന്ന് മാറ്റി കൊണ്ടുപോകത്തെ ചെയ്യുന്നത്. മതം നമ്മുടെ ജഡത്തിനെ പുഷ്ടിപ്പെടുത്തുക ചെയ്യുന്നത്, ജഡത്തിനെ വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്നത് അല്ലെ? വർക്ക് ബേസ്ഡ് ആണ് മതം എന്ന് പറയുന്നത്, വർക്ക് ബേസ്ഡ് ആണ്. നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. അതിനിപ്പോ നമുക്ക് ഹിന്ദുക്കളുടെ ഇടയ്ക്കാണെങ്കിൽ ശബരിമല പോകണമെങ്കിൽ ശബരിമല നിങ്ങൾ 18 വർഷം പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് തെങ്ങ് വെക്കാന്നൊക്കെ പറയും എന്ന് പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാൽവേഷൻ കിട്ടും. എല്ലാം വർക്ക് ബേസ്ഡ് ആണ് അല്ലെ? അത് ദൈവത്തിൽ നിന്ന് നമ്മൾ അകറ്റത്തേ ഉള്ളൂ. ദൈവത്തിന്റെ അടുത്തേക്ക് വരുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ വിശ്വാസം മാത്രമല്ല, ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുന്ന വിശ്വാസം കൊണ്ട് മാത്രമാണ് അല്ലെ? നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നമുക്ക് വേണം. നമുക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ സാധിക്കത്തില്ല ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ എന്നുള്ളത്, അത് നമ്മളെ കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ അടുത്തേക്കായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ അല്ലാതെ പലരും സൈറ്റന്റെ ഏജൻസ് ആയിട്ട് പലരും വരുന്നത് പിന്നെ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം എല്ലാം നമ്മളോട് ഇങ്ങനെ വർക്ക് ബേസ്ഡ് ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്. ഇങ്ങനെ ഒന്ന് രുചിക്കരുത്, അത് തുടരുത്, ഇത് തുടരുത് അല്ലെ? അങ്ങനെ എല്ലാം മാൻമെയ്ഡ് ആയിട്ടുള്ള മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ചട്ടങ്ങളുടെ അടിയിലാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ? അങ്ങനെയാകുമ്പോ അത് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ അതിന്റെ ഇങ്ങനെ ഈ റിലീജിയന്റെ ഒക്കെ മതത്തിന്റെ ഒരു പ്രശ്നം വെച്ചാൽ അതിനൊരു തരത്തിലുള്ള ഒരു ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കുമല്ലേ, ജ്ഞാനത്തിൻ്റെതായിട്ടുള്ള ഭയങ്കര ജ്ഞാനമാണ് എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതൊന്നുമല്ല, അത് മനുഷ്യ നിർമ്മിതമാണ് അല്ലെ? ഇപ്പൊ ഈ ബ്രാഹ്മണർ എന്ന് പറയുമ്പോ ആരെ കുറ്റപ്പെടുത്തി പറയണം, പക്ഷെ ഇങ്ങനെ കേട്ടിരിക്കുന്ന ഒരു കാര്യം, ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മത്തെ തൊട്ടവരാണ് എന്നൊക്കെ പറയും. അതൊക്കെ എന്ത് കാര്യമാണ് നമുക്ക് ഇന്നുവരെ അറിയത്തില്ല. അത് എന്ത് കാര്യമാണ് ബ്രഹ്മത്തെ തൊടുക എന്നുള്ളതും? ദൈവത്തിന്റെ സ്വന്തം ആൾക്കാർ ബ്രാഹ്മണർ, ബാക്കിയുള്ളവരൊന്നും അല്ലേ അല്ലെ? അപ്പൊ അതൊക്കെയാണ് മതപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? മനുഷ്യരുടെ ഇടയിൽ എന്താ പറയാ ഡിവിഷൻ ഉണ്ടാക്കുക എന്നുള്ളതും അങ്ങനെ ഓരോ കാര്യങ്ങൾ, മനുഷ്യന്റെ ട്രഡീഷൻ, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. നമുക്കറിയാം യേശുക്രിസ്തുവിനോട് കൂടെ അന്നുണ്ടായിരുന്ന ഫാരിസീസ് വന്നപ്പോ നിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് കൈ കഴുകാത്തത് അല്ലെ?
ദൈവം ഹൃദയത്തിലേക്ക് നോക്കുന്നുണ്ട്. അപ്പൊ ദൈവം ചോദിച്ചു, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കൽപ്പനകൾ എന്തുകൊണ്ടാണ് പാലിക്കാതിരിക്കുന്നത്? അപ്പൊ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നുള്ള റെഗുലേഷൻസ്, എന്താ പറയുക, ലോകപരമായിട്ടുള്ള എലമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദ വേൾഡ് അല്ലെ, ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ, അത് ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ അല്ലെ, സംബന്ധിച്ച് എന്താ പറയുക, അത് നമ്മൾ മരിച്ചതാണ്. അതില് പിന്നെ അലോ ചെയ്യുവാണ് ആൾക്കാര്, അതിൽ പിന്നെയും കുടുങ്ങി പോകുന്നതിന് വേണ്ടി പലരും ഉണ്ടാവും നമ്മുടെ ചർച്ചകളിൽ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ മക്കളും പിശാചിന്റെ മക്കളും ഉണ്ട് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ചർച്ചകളിലൊക്കെ ആണെങ്കിലും അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പം വിജ്ഞാനമുള്ളവരായിരിക്കും നമ്മൾ അല്ലെ. ഇവിടെ 16 കൊളോസ്യൻ 2:14 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, പാപം, ശബ്ബത്ത് എന്നീ കാര്യങ്ങളിലോ ആരും നിങ്ങളെ വിധിക്കാതെ വരുവാനിരിക്കുന്ന നിഴലത്ത് ദേഹം എന്നത് ക്രിസ്തു അത്രേ. അപ്പൊ ഭക്ഷണപാനീയങ്ങൾ കുടിക്കാതിരിക്കുന്നതിനെ പറ്റിയും, അല്ലെങ്കിൽ നിങ്ങൾ ഈ പർട്ടിക്കുലർ ദിവസം നിങ്ങൾ ആചരിക്കണം, ചില ദിവസങ്ങൾ നിങ്ങൾ ആചരിക്കണമെന്നും അങ്ങനെയൊക്കെ പറയാൻ അല്ലെ, ചില രീതിയിലുള്ള റിച്വൽസ് ഒക്കെ ചെയ്യണമെന്നും അങ്ങനെ പലതും പറഞ്ഞ് മനുഷ്യരുടെ അതൊക്കെ പോട്ടെ. ഇപ്പോഴത്തെ ആണ് വെച്ച് നോക്കുമ്പോൾ കമ്പ്യൂട്ടറും AI അങ്ങനെ ഓരോ കാര്യങ്ങളും അല്ലെ, അതെല്ലാം ദൈവത്തിന്റെ കേസിൽ ആയിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പൊ കുഴപ്പമില്ല, നമ്മളിപ്പോ കുറെ സൈറ്റുകൾ കണ്ടാൽ കുഴപ്പമില്ല, ദൈവത്തിന്റെ സ്നേഹം വലുതാണെന്ന്, നമ്മളോട് ക്ഷമിക്കുമെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന, ദൈവത്തിന്റെ സ്നേഹം വലുതാണെന്ന് ദൈവം നമ്മളോട് ക്ഷമിക്കുകയും ചെയ്യും. പക്ഷെ എന്നാലും ബന്ധനത്തിലാക്കി വെക്കുന്ന തരത്തിലുള്ള ടീച്ചിങ്ങായിട്ട് പലരും ഉണ്ടാവും അല്ലെ. പിശാച് അവന്റെ ആളുകളെ വിട്ടിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ആൾക്കാർ ചർച്ചിൽ തന്നെ വേണമെന്നില്ല, ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഓരോ പോസ്റ്റുകളൊക്കെ നമ്മൾ കാണുന്നത്, അത് വായിക്കുന്നത് അല്ലെ. ശരിക്കും പറഞ്ഞ ക്രിസ്ത്യൻ ആൾക്കാർ എഴുതുമ്പോൾ തോന്നുന്നു ക്രിസ്ത്യൻസ് ആയിരിക്കും എഴുതുന്നത്, പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള അറിവ് വെച്ചുകൊണ്ട് അവർ എഴുതുമ്പോൾ അല്ലെ, ഹോളിസ്പിക് ഗോഡിനാൽ നയിക്കപ്പെടുന്ന ഈ വ്യക്തികളല്ല എങ്കിൽ, ഹോളിസ്പിക് ഗോഡിനാൽ എഴുതപ്പെടുന്ന വ്യക്തികളല്ല എങ്കിൽ, എഴുതി വെച്ചിരിക്കുന്ന പോസ്റ്റ് ഹോളിസ്പിക് ഗോഡിൽ നിന്നുള്ളതല്ല എങ്കിൽ അത് മനുഷ്യരെ പിന്നെയോ ബോണ്ടേജിലേക്ക് കൊണ്ടുവരികയേ ചെയ്യത്തുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മളായിട്ട് ബോണ്ടേജിലായി പോകരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗലാത്യരെ സംബന്ധിച്ചിടത്തോളം അവര് സർക്കംസിഷൻ വേണമെന്ന് പറഞ്ഞ് തിരിച്ച് പോകാൻ ശ്രമിക്കുന്നത്, കാരണം അവരുടെ ഉള്ളിലേക്ക്, അവരെ ചർച്ചിലേക്ക് ആൾക്കാർ കടന്നു വന്നു അല്ലെ, കടന്നു വന്നിട്ട് അവരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും, അവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇന്നാകുമ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് പ്രീച്ചർമാരുണ്ട്, യൂട്യൂബ് വഴി ഒരുപാട് പ്രീച്ചറുണ്ട്, പറയുന്നത് ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് അറിയത്തില്ല, സംസാരിക്കാൻ അറിയാം എന്ന് വെച്ചുകൊണ്ട് തന്നെ അത് ദൈവത്തിൽ നിന്ന് ഉള്ള പ്രീച്ചർമാരായിരിക്കണം എന്ന് നിർബന്ധമില്ല. ബൈബിൾ കുറച്ച് അറിയാം എന്ന് വെച്ചുകൊണ്ട് അതൊന്നും ദൈവത്തിൽ നിന്നുള്ള പ്രീച്ചർമാരായിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മളെക്കാളെല്ലാം കൂടുതലായിട്ട് പിശാചിന് ബൈബിൾ വളരെ കൃത്യമായിട്ടുള്ള കാര്യം അറിയാം എന്നുള്ള കാര്യം മറന്നു പോകും. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഡിസൈൻമെന്റ് വേണം, കാര്യങ്ങളെ തിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണം, അല്ലെങ്കിൽ നമ്മൾ വീണു. അപ്പൊ ദൈവം നമ്മളോട് ചോദിക്കുക, ഗലാത്യർക്ക് ലേഖനത്തില് ഇങ്ങനെ ചോദിക്കുക, 4ാമത്തെ ചാപ്റ്ററിൽ ചോദിക്കുക, ഒരിക്കലും നിങ്ങൾ ബോണ്ടേജിലാണ്, നിങ്ങൾ യേശുവിലാകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ എന്താ പറയുക, ദൈവം ത്തിന്റെ സ്വഭാവമൊന്നുമില്ലാത്ത എന്തിനെയൊക്കെ നമ്മളിൽ എന്താ പറയുക, വിഗ്രഹങ്ങളൊക്കെ എന്താ പറയുക ആരാധിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. ഈ ലോകത്തിന്റെ ഫലമായിട്ടുള്ള കാര്യങ്ങളെ ആ കാര്യങ്ങൾ നമ്മൾ മുഴുകിയ വ്യക്തികളായിരുന്നു, അതിന്റെ ബോണ്ടേജിലായിരുന്ന വ്യക്തികളായിരുന്നു. ബലഹീനവും ദരിദ്രവുമായിട്ടുള്ള ആദ്യ പാഠങ്ങളെ അതിലായിരുന്നു നമ്മൾ. പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ അല്ലെ, ബലഹീനമായിട്ടുള്ള ദരിദ്രമായിട്ടുള്ള ചീത്തയായിട്ടുള്ള അല്ലെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം ദൈവം നമ്മളെ വിടുവിച്ചതിന് ശേഷം പിന്നെയും നമ്മൾ അതിലേക്ക് തന്നെ പോകാൻ ശ്രമിക്കരുത് എന്ന് ഗലാത്യരുടെ ചർച്ചയോട് പറഞ്ഞ പോലെ തന്നെ നമ്മളോടൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നിപ്പോ എന്താ പറയുക, ഒരുപക്ഷെ റിലീജിയസ് ആയിട്ടുള്ള സ്പിരിറ്റ് അല്ലെ, മതപരമായിട്ടുള്ള കാര്യത്തിന്റെ സ്പിരിറ്റ് അതായിരിക്കണമെന്നില്ല. പക്ഷെ ഇന്ന് പിശാച് അവൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുക, AI പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കും. അപ്പൊ അതിലൊന്നും പെട്ടു പോകരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കുക. ആരെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുക എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നും ദൈവത്തിന്റെ അതോറിറ്റിയിൽ എന്താ പറയുക നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട വ്യക്തികളാണെന്നും, യേശുക്രിസ്തുവിനെ പോലെ ആയിരിക്കേണ്ട വ്യക്തികളാണെന്നും, ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ കഴിയേണ്ട വ്യക്തികളാണെന്നും എല്ലാം അറിവോടുകൂടി അല്ലെ, നന്ദിയോടുകൂടി തന്നെ അല്ലെ, യേശുവിലായിരിക്കുന്ന വ്യക്തികൾ, യേശുവിനെ ധരിച്ചിരിക്കുന്ന വ്യക്തികൾ, യേശുവിൽ നടക്കുന്ന വ്യക്തികൾ, യേശുവിൽ എന്താ പറയുക ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന വ്യക്തികളെ കൊളോസ്യർക്ക് ലേഖനത്തിൽ 8ാമത്തെ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. 6ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ആകയാൽ നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മ നടപ്പിൽ അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപ്തിയും നിങ്ങൾക്ക് ഉപദേശിച്ചു
ച്ചതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പ്. അപ്പൊ സ്തോത്രത്തിൽ കവിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് യേശുക്രിസ്തുവിൽ വേരൂന്നി ആത്മീയ വർധന പ്രാപിച്ചും നമ്മളെ ഉപദേശിച്ചു തന്ന അനുസരിച്ചുള്ള ജീവിതം ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം, അല്ലെ? വീണു പോകുന്ന വ്യക്തികളായിരിക്കരുത്. ലോകത്തിന്റെ നാഥനായിരിക്കുന്ന പിശാച് പല രീതിയിലുള്ള കളേർഡ് ലെൻസുകളായിട്ട് പല രീതിയിലുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും, അല്ലെ? ഓരോ ഐഡിയാസും എല്ലാം ആയിട്ട് വരിക തന്നെ ചെയ്യും. സോഷ്യൽ മീഡിയയും ഈ ചർച്ചകളും എല്ലാം ഫുൾ ഇപ്പൊ പിശാചിന്റെ മക്കളാണ്, പിശാചിന്റെ മക്കളുണ്ട്, അല്ലെ? അപ്പൊ ഇല്ലെന്ന് ഒരിക്കൽ പോലും വിചാരിക്കരുത്. അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുക, ദൈവമേ നമുക്ക് മനസ്സിലാക്കാനുള്ള കൃപ തരണേ, അല്ലെ? നമ്മുടെ ജീവൻ തന്നെ ദൈവത്തിന്റെ വചനം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം, അല്ലെ? കുടിക്കരുത്, തിന്നരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, സാരി ഉടുക്കരുത്, വെള്ളം മാത്രം ഇടണം, അല്ലെ? സ്വർണ്ണം ഇടരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ പറഞ്ഞുകൊണ്ട് വരാൻ പലരും ഉണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അതിലൊന്നും എന്താ പറയുന്നത്, ഒന്നുമില്ല എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആകപ്പാടെ എന്താ പറയുക, ദൈവത്തിന്റെ രാജ്യം റൈച്ചസസും പീസും ജോയി ആണല്ലോ, അല്ലെ? എന്താ നീതിയും സമാധാനവും സന്തോഷവും, അതാണ് ദൈവത്തിന്റെ കിങ്ഡം എന്ന് പറഞ്ഞാൽ. അതിൽ ബേസ്ഡ് ആയിട്ടുള്ള, ദൈവത്തിന്റെ നീതിയിൽ ബേസ്ഡ് ആയിട്ടുള്ള, ദൈവത്തിന്റെ റൈച്ചസസ് ബേസ്ഡ് ആയിട്ടുള്ള, സമാധാനത്തിലും സ്നേഹത്തിലും ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് മുമ്പോട്ട് നയിക്കാം, അല്ലെ? ബോണ്ടേജിലായിട്ട് നമ്മളെ തന്നെ ആക്കി വെക്കരുതെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവ് അങ്ങയുടെ വചനത്തെ നന്ദി പറയുന്നു. ഞങ്ങളോട് സംസാരിച്ചത് നന്ദി പറയുന്നു. കർത്താവ് താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് മാസ്റ്റർ ഗോഡ്. അങ്ങയുടെ കിങ്ഡം ഈ ലോകത്ത് വരട്ടെ ഞങ്ങൾ വഴി. കർത്താവ് യേശുവിൻ നാമത്തിൽ ആമേൻ. കേട്ട നന്ദി. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ.